ശരിയായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ വ്യക്തിപരമായ 6ഓളം നിയോജക മണ്ഡലങ്ങളിൽ തൃശ്ശൂരിലെയും കോട്ടയത്തെയും ആലപ്പുഴയിലും തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിപുലമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുടെയും മുന്നണി പ്രവർത്തകരുടെയും യോഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചു. നിരവധിയായിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലുള്ളവരെയും അതുപോലുള്ളവരോട് സംസാരിക്കാൻ സാധിച്ചു. ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കേരളത്തിൽ UDF അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ദൃശ്യമാകുന്ന ഒരു കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് കാഴ്ചവെക്കുന്നത്. അത് ഇന്നലത്തെ ആദ്യഘട്ട പര്യടനത്തിലൂടെ തന്നെ എനിക്ക് വ്യക്തിപരമായിട്ടും ബോധ്യപ്പെട്ടു എന്നുള്ള കാര്യം ആമുഖമായിട്ട് പറയട്ടെ. 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന സർക്കാരിനോട് ഇനി നിങ്ങൾ വേണ്ട എന്ന് പറയാനുള്ള തയ്യാറെടുപ്പിലാണ് കേരള ജനത ഒട്ടാകെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. ആരോട് ചോദിച്ചാലും, പാർട്ടി പ്രവർത്തകരോടും മുന്നണിക്കാരോടും അല്ല ഞാൻ പറഞ്ഞു, ജനങ്ങൾ ആരോട് ചോദിച്ചാലും മൂന്നാമതൊരു തവണ എന്ന് ചോദിക്കുമ്പോൾ അത് ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പേ വേണ്ട എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് കേരള ജനത എത്തിയിരിക്കുന്നത്. അത് ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോയിന്റ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നില്ല. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ വളരെ ക്ലിയറാണ്. നിങ്ങൾ തന്നെ സർക്കാരിൻ്റെ യഥാർത്ഥ മുഖമെന്തെന്ന് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ, അവരുടെ ഗവേണൻസിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ ആശുപത്രിയിലെ ഇപ്പോൾ ഇന്ന് കണ്ട് 4 പേര് മരിച്ച കാര്യം സർക്കാർ മൂടിവെച്ചു എന്ന് ആ കുടുംബം പറയുമ്പോൾ, സർക്കാർ മെഡിക്കൽ കോളേജുകൾ ആളെ രക്ഷിക്കുന്ന മെഡിക്കൽ കോളേജുകൾക്ക് പകരം ആളെ കൊല്ലുന്ന മെഡിക്കൽ കോളേജായി മാറിയ അനുഭവങ്ങളുടെ പരമ്പരകളാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കണ്ടത്. പബ്ലിക് സർവീസ് കമ്മീഷൻ ലിസ്റ്റിൽ 1ാം റാങ്ക് ഉണ്ടായിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല എന്ന് തെളിയിച്ച നാടായിട്ട് നമ്മുടെ നാട് മാറി. മറുഭാഗത്ത് സ്വന്തക്കാരെ, ബന്ധുക്കളെ തിരികെ കയറ്റുന്ന പിൻവാതിൽ നിയമനങ്ങളുടെ റെക്കോർഡിട്ട നാടായിട്ടും നമ്മുടെ നാട് മാറി. വൈരുദ്ധ്യം നോക്കേണ്ടത് അവിടെയാണ്. തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ റാങ്ക് വാങ്ങിച്ചാൽ ജോലി ഉണ്ടാവില്ല. പക്ഷേ സ്വന്തക്കാർക്കും എടുത്തു നോക്കി അറിയാം. മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 5-10 വർഷക്കാലം നടത്തിയ പിൻവാതിൽ നിയമനങ്ങളുടെ പട്ടിക ഞങ്ങളത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്ന പിൻവാതിൽ നിയമനങ്ങളാണ്. മിക്കവാറും പേർ സ്വന്തക്കാർ, ബന്ധുക്കൾ മാത്രമാണ് അതിനകത്തുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങൾ, കർഷകരെ ബാധിക്കുന്ന വിഷയങ്ങൾ, നിയമസമാധാനം തകർത്തെറിഞ്ഞ സംഭവ വികാസങ്ങൾ. അപ്പോൾ കേരളത്തിൽ സത്യത്തിൽ സർക്കാരിൻ്റെ മുഖം വികൃതമായപ്പോൾ വികൃതമായ മുഖം തേച്ചു മിനിക്കാൻ വേണ്ടിയിട്ടുള്ള ഭീകരമായ PR എക്സസൈസ് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ് നടത്തിയാലും ഇതൊന്നും ഈ സർക്കാരിനെ രക്ഷപ്പെടുത്താൻ തക്കവണ്ണമുള്ളതല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ജനവികാരമാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് നന്നായിട്ട് അറിയാവുന്നവർ CPM-നും ഇടതുപക്ഷത്തിനുമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് CPM അവസാന അടവും കൂടെ പയറ്റുകയാണ്. CPM BJP ചങ്ങാത്തം പുതിയ കഥയല്ല കേരളത്തിൽ. അത് PMCയിൽ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളുള്ള നിലപാടിൽ നമ്മൾ കണ്ടതാണ്. ഒരു പാലവിട്ട ഒരു പ്രാവത്ത് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നുള്ളതുകൊണ്ട് ലാവ്ലിൻ കേസ് നീട്ടി വെക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പുരോഗതികൾ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ. പക്ഷെ ഇപ്പോഴേറ്റവും രസകരമായിട്ടുള്ള കാര്യം, CPM-ന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ അതിലൊളിഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ അണികൾക്ക് പോലും വ്യക്തമാണ്. കേരളത്തിൽ UDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള CPM BJP ഡീൽ വ്യക്തമായിട്ടും ചില സീറ്റുകൾ പരസ്പരം വെച്ചുമാറാനും സഹായിക്കാനും വേണ്ടിയിട്ടില്ല.
കൃത്യമായ ഡീലാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവരുടെ രണ്ട് പാർട്ടികളുടെയും അണികൾ അവരിത് തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പാർട്ടി നേതൃത്വത്തിൻ്റെ രക്ഷകർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഇത്തരം ഡീലുകൾ അവരുടെ അണികൾക്ക് പോലും ഡൈജസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് മുൻപും അവർ പരീക്ഷിച്ചതാണ്, നമുക്കറിയാം. അത് പക്ഷേ എക്സ്പോസ് ചെയ്യപ്പെട്ടു സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ. ആ CPM BJP ഡീലും ഈ തെരഞ്ഞെടുപ്പിൽ പൊളിഞ്ഞ് പാളീസാകും എന്നുള്ളതിന് സംശയമില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വേളകളിലും ഉയർത്തിപ്പിടിച്ച കാര്യം, സർക്കാരിൻ്റെ ജനവിരുദ്ധത ആവർത്തിച്ച് പറയുമ്പോഴും ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ജനങ്ങൾക്ക് താല്പര്യം കൂടുതൽ ഉണ്ടാവുക എന്ന് നമുക്കറിയാം. കാരണം ഈ സർക്കാർ മാറണമെന്ന് പറയുമ്പോൾ വരുന്ന സർക്കാർ എന്താണ് ഓഫർ ചെയ്യുന്നത്, എന്തും മാറ്റമാണ്. ജനം മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറുന്ന കേരളത്തെ എങ്ങനെയാണ് UDF ഷേപ്പ് ചെയ്യാൻ പോകുന്നത്? ഈ ചോദ്യത്തിന് ഞങ്ങൾ വളരെ കൂലങ്കഷമായ ചർച്ച നടത്തിയിട്ട് ഞങ്ങളുടെ ഡീറ്റെയിൽ മാനിഫെസ്റ്റോ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അതിനു മുമ്പ് മാനിഫെസ്റ്റോ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എല്ലാ മേഖലകളിലും എല്ലാ സെക്ടറുകളിലും കേരളം ആവശ്യപ്പെടുന്ന, കേരളം അർഹിക്കുന്ന കൃത്യമായിട്ടുള്ള പദ്ധതികളും പരിപാടികളുമായി UDF മുന്നോട്ട് വരും. ഞങ്ങളിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന 5 ഗ്യാരണ്ടികൾ, ആ ഗ്യാരണ്ടികളെ കുറിച്ച് CPM നന്നായിട്ട് കളിയാക്കി പറയുന്നുണ്ട് പലയിടത്തും. ഒന്നാമത്തത് KSRTCയിൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം കൊടുത്തു എന്നുള്ളത്. കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ 10 കൊല്ലം ഭരിച്ച പിണറായി വിജയൻ നന്നായിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം, ഞാൻ വരുന്നത് ആലപ്പുഴയിലെ പാർലമെൻറ്റ് അംഗമെന്ന നിലയിലാണ്. അവിടെ പട്ടണക്കാടും വയലാറിലുമുള്ള കയർ തൊഴിലാളികളായിട്ടുള്ള സഹോദരിമാർ അവരുടെ അടുത്തോട്ടൊന്ന് പോയാൽ അവരുടെ സങ്കടം കേട്ടാൽ മനസ്സിലാവും. ഒരു ദിവസത്തെ ചെലവിന് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. എത്ര കൂലിയാണ് അവർക്ക് കിട്ടുന്നത്? ആ കൂലി പോലും എത്ര ദിവസമാണ് ഉറപ്പാകുന്നത്? അത് കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികൾ എടുത്തു പോയാൽ, സഹോദരിമാരാണ് ഇത് രണ്ടും. കയർ തൊഴിലാളികളും ഭൂരിപക്ഷം സ്ത്രീകൾ തന്നെയാണ്, കശുവണ്ടി തൊഴിലാളികളും ഭൂരിപക്ഷം സ്ത്രീകൾ തന്നെയാണ്. പീലിംഗ് തൊഴിലാളികൾ, മത്സ്യ മേഖലയിലുള്ള പീലിംഗ് തൊഴിലാളികളെ ഒന്ന് കണ്ടാൽ അവർ ജോലി ചെയ്യുന്ന പശ്ചാത്തലം നമ്മളൊന്ന് കാണണം പോയിട്ട്. എങ്ങനെയാണ് പീലിംഗ് തൊഴിലാളി ജോലി ചെയ്യുന്നത്? കേരളം, നമ്മൾ ഏറ്റവും മുന്നിൽ പോയ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പോലും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ പാടുപെടുന്ന സ്ത്രീ സഹോദരിമാരുടെ ചിത്രം, അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏത് സെക്ടർ എടുത്താലും, അത് കൈത്തറി സെക്ടർ എടുത്താലും, കയറായാലും കശുവണ്ടി ആയാലും മത്സ്യമായാലും ഖാദിയായാലും, എന്തിന് തൊഴിലുറപ്പ് തൊഴിലിന് പോകുന്ന തൊഴിലാളികളായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ജീവിത സാഹചര്യങ്ങൾ. അവർ ഒന്ന് യാത്ര ചെയ്യാനെടുക്കുന്ന ടെൻഷൻ, ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് ഞങ്ങൾ വളരെ വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് സഹോദരിമാർക്കൊരു മാന്യത കൊടുക്കാനും അവരുടെ ജീവിതം കുറച്ചുകൂടി പ്രയാസരഹിതമാക്കാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും നിർണായകമായ ഒരു ഗെയിം ചേഞ്ചിങ് തീരുമാനമായിട്ട് തന്നെയാണ് വളരെ ആലോചിച്ച് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വേണം എന്ന് UDF തീരുമാനിച്ചത്. ഇത് ഞങ്ങൾ ഇവിടെ മാത്രമല്ല, കർണാടകത്തിൽ കോൺഗ്രസ് നടപ്പിലാക്കിയ വാഗ്ദാനമാണ്, തെലങ്കാനയിൽ കോൺഗ്രസ് നടപ്പിലാക്കിയ വാഗ്ദാനമാണ്. ചോദ്യം, KSRTC നഷ്ടത്തിലോടുന്ന KSRTCയെ വീണ്ടും നഷ്ടത്തിലാക്കാനാണോ ഇത്? ഉത്തരം, KSRTCയെ നഷ്ടത്തിലാക്കാനല്ല. മുഖ്യമന്ത്രിയുടെ മുഖം നന്നാക്കി നിങ്ങളുടെയൊക്കെ ചാനലുകളിലെ സീരിയലുകളിലും പരസ്യം കൊടുക്കാൻ വേണ്ടി 200-300 കോടി രൂപ ചെലവഴിച്ചപ്പോൾ ഈ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോഴാണ് ഈ ആലോചന വന്നതിപ്പോൾ. താങ്ക്സ്, നന്ദിയുണ്ടായി. കേരള ചരിത്രത്തിൽ ഇതുപോലെ സർക്കാർ ഖജനാവിൽ നിന്നും പണം മുടക്കിയിട്ട് സ്വന്തം മുഖം മിനുക്കിയ ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടാവില്ല.
അവരാണ് പറയുന്നത് ഇത് കേസ്. ആരാണ് KSRTC? 10 കൊല്ലമായിട്ട് നിങ്ങളല്ലേ ഭരിക്കുന്നത്. നിങ്ങളുടെ കാലത്തല്ലേ പെൻഷൻകാർക്ക് പോലും പെൻഷൻ കൊടുക്കാൻ പറ്റാതെ പോയത്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ കണക്കുണ്ട് തന്നെ. KSRTCയെ വീണ്ടും കടക്കണിയിലാക്കാനല്ല ഇത്. ഉറപ്പാണ് സ്ത്രീകൾ മുഴുവൻ KSRTCയിൽ യാത്രക്കാരുടെ എണ്ണം കൂടും. KSRTCയുടെ യാത്രയുടെ കംഫർട്ട് ലെവൽ വർദ്ധിപ്പിക്കേണ്ടി വരും. ഇതൊരു പാക്കേജാണ്. KSRTCക്ക് ഈ കാര്യത്തിലുണ്ടാകുന്ന നഷ്ടം സർക്കാർ കൂടി നികത്തി കൊടുക്കേണ്ടി വരും. അതിന് വ്യാപകമായും മറ്റ് മാർഗങ്ങളുണ്ട്. KSRTCയുടെ യാത്രയുടെ KSRTC ബസ് സ്റ്റേഷനുകളുടെ അവരെയൊക്കെ എങ്ങനെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും അതുപോലെ പരസ്യവുമായി ബന്ധപ്പെട്ടൊക്കെ ഉപയോഗിച്ച് നന്നാക്കിയെടുക്കാൻ പറ്റുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പദ്ധതി ഉണ്ടെന്നേ കൃത്യമായിട്ട്. KSRTCയെ തകർക്കാനല്ല, ഇത് KSRTCയെ രക്ഷപ്പെടുത്താനുള്ള പദ്ധതിയാണ്. ഡിബേറ്റ് വേണമെങ്കിൽ ഡിബേറ്റ് ആകാം. ഞങ്ങളുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് ഡിബേറ്റ് വേണമെങ്കിൽ ഡിബേറ്റ് ആകാം. മുഖ്യമന്ത്രി ഇരിക്കട്ടെ, ഞങ്ങൾ ഇരിക്കാൻ തയ്യാറാണ്. 2500 പെൻഷൻ കൊടുക്കുന്നു പറഞ്ഞാൽ ഞങ്ങളായിരുന്നോ 5 വർഷം മുമ്പ്? 2500 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളായിരുന്നില്ലേ? എന്നിട്ട് 55 മാസം കഴിയുന്നവരെ നിങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ. ലോക്കൽ ബോഡി ഇലക്ഷൻ തൊട്ട് മുമ്പാണ് 1600 2000 ആക്കിയത്. ഇപ്പോഴും 2500 വാഗ്ദാനമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾ വാഗ്ദാനമല്ല പറയുന്നത്. 3000 ഞങ്ങൾ ക്ഷേമ പെൻഷൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ആർക്കാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ കൃത്യമായ വെളിച്ചം കുറച്ചുകൂടി പരരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, പ്രകാശം പരത്തണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് 3000 രൂപ ആക്കാൻ തീരുമാനിച്ചത്. പിന്നെ വലിയൊരു ആക്ഷേപം ചികിത്സാ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് നോക്കാം, വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കാം. ചിരഞ്ജീവി സ്കീം ഓഫ് രാജസ്ഥാൻ നിങ്ങൾക്ക് നോക്കാം. രാജസ്ഥാനിലെ നമ്മുടെ ഒരുപാട് കേരളീയർ രാജസ്ഥാനിൽ ജോലി ചെയ്യുന്നുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ഒരുപാട്. എന്താണ് ചിരഞ്ജീവി സ്കീം? അവിടെ ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ക്യാൻസറും കിഡ്നി ഫെയിലിയർ, ഹാർട്ട് റിലേറ്റഡ് ഡിസീസസ്, ലിവർ റിലേറ്റഡ് ഡിസീസസ് ഒക്കെ വന്നാൽ, ആ ഡിസീസൊക്കെ വന്നാൽ കുടുംബം വിറ്റാൽ പോലും രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ പാവപ്പെട്ട കേരളീയൻ. ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും ഇപ്പോൾ പറയുന്ന എല്ലാ ചികിത്സാ സൗജന്യങ്ങളും ഒക്കെ ഒന്നും അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് 25 ലക്ഷം രൂപ വരെ കൊടുക്കാവുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ സ്കീം കേരളത്തിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള മാരക രോഗങ്ങൾ വന്ന് സർജറിയൊക്കെ ആവശ്യപ്പെട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഉടലെന്ന നട്ടം തിരിയുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള ബൃഹത്തായ പരിപാടിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഗേൾ ചൈൽഡിന് പഠിക്കുന്ന കുട്ടിക്ക് 1000 രൂപ സപ്പോർട്ട്, 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. അപ്പം ഇത് താൽക്കാലികം നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഒരു ഗ്യാരണ്ടികളാണ്. ഡീറ്റെയിൽ മാനിഫെസ്റ്റോ വ്യക്തമായ അടിസ്ഥാനത്തിൽ വീണ്ടും വരും. ഇത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള സാഹചര്യങ്ങളെയൊക്കെ മാറ്റിമറിക്കുന്ന സംരംഭകരാണെങ്കിൽ, അത് ചെറുകിട സംരംഭകരാണെങ്കിലും വൻകിട സംരംഭകരാണെങ്കിലും അവർക്ക് കുറച്ചുകൂടി സുതാര്യമായി സുഗമമായി വേഗതയിൽ കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ഉണ്ടാവും. അതൊക്കെ തന്നെ പ്രകടന പത്രിക വരുമ്പോൾ പൂർണ്ണമായ ചിത്രം നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ സൂചിപ്പിച്ചത്രേ ഉള്ളൂ, അത് സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. അത് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് നേരിടാൻ ആഗ്രഹിക്കുകയാണ്. വ്യക്തമായ നിർദ്ദേശത്തോടുകൂടി ഭാവനയോടുകൂടി ജനമുമ്പാകെ ഇത് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തെ നേരിടാൻ ആഗ്രഹിക്കുകയാണ്. അത് കൃത്യമായിട്ടും ഞങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കും. 100-ലധികം സീറ്റുകളുമായി UDF അധികാരത്തിൽ വരും.
അല്ല അതെ അതെ, ഇടക്കാലത്ത് നമുക്കൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള ചില സ്വഭാവ ശീശികളും രീതികളും ഉണ്ട്. മുഖ്യമന്ത്രിയുടെ പദപ്രയോഗം ഇതിനു മുമ്പും കേരളം കണ്ടതാണ്. പരനാറി പ്രേമേന്ദ്രൻ പാർട്ടി മുന്നണി വിട്ടു പോയപ്പോൾ പ്രേമേന്ദ്രൻ പരനാറിയായി. ഒരു രാത്രി കൊണ്ട് ഏറ്റവും നല്ല പ്രേമേന്ദ്രൻ പരനാറിയായിട്ട് മാറി. നമ്മുടെ ബിഷപ്പുമാരെ കുറിച്ച് നികൃഷ്ട ജീവി എന്ന പരാമർശം വന്നത് മുഖ്യമന്ത്രിയിൽ നിന്നാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനോട് എടാ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചതും മുഖ്യമന്ത്രിയിൽ നിന്നാണ്. ഇത് കൂടാതെ ഒരുപാട് പരാമർശമുണ്ടായി. പക്ഷേ ഇടക്കാലത്ത് എനിക്കൊരു സംശയം വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ സന്യാസി വര്യനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ധരിച്ചത് ഇത് മാറിയെന്നാണ്. അപ്പോൾ ഈ പറയുന്നതെല്ലാം PR-ൻ്റെ അഡ്വൈസാണെന്ന് ഞങ്ങൾക്കറിയാം കൃത്യമായിട്ടും. ഈ മാറിയ മുഖവും മാറിയ ശൈലിയും ചിരിക്കാൻ മറന്നുപോയ ആൾ ചിരിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്നലെ ജി സുധാകരൻ ചെറ്റത്തരമാണ് കാണിച്ചത് എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥ മുഖം വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ തനിനിറം ഇതാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചു. നികൃഷ്ട ജീവിയിൽ നിന്നും പരനാറിയിൽ നിന്നും എടാ ഗോപാലകൃഷ്ണൻ നിന്നും പുള്ളി മാറിയിട്ടേ ഇല്ല. ഈ ഇടക്കാലത്തെ മാറ്റമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കണ്ട് PR കൊടുത്ത അഡ്വൈസ് അനുസരിച്ചുള്ള മാറ്റമാണ്. തനിനിറം ഇത് തന്നെയാണ് തെളിയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജി സുധാകരൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം. ജി സുധാകരൻ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ ആളാണ്. കോൺഗ്രസിനെ വിമർശിക്കാറുണ്ട് നിശിതമായിട്ട്. CPM-നകത്തും ചില വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കാറുണ്ട്. അതൊന്നും ചെറ്റത്തരമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. സുധാകരൻ ചെറ്റത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ മാത്രമായിരുന്നു ബാധകം. ഒരു കാര്യം ഉറപ്പാണ്, നിർഭയനായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തകനായിരുന്നു സുധാകരൻ എന്നുള്ളത് പാർട്ടി വ്യത്യാസമില്ലാതെ ആലപ്പുഴയിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അത് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് അദ്ദേഹം ധീരമായ നിലപാടെടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ, അദ്ദേഹം ചോദിച്ചിട്ടില്ല ഇതുവരെ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യം, മുഖ്യമന്ത്രിക്ക് ടേം പ്രശ്നമല്ല, മുഖ്യമന്ത്രിക്ക് പ്രായം പ്രശ്നമല്ല, ഇതെല്ലാം എന്തിനാ സുധാകരന് പ്രശ്നമാവുന്നത് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ആ ചോദ്യം അനുയായികൾ ചോദിക്കുമ്പോൾ അദ്ദേഹം നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചെറ്റയായത്, എന്തായാലും ചെറ്റത്തരം കാണിക്കുന്നു എന്ന് പറയുന്നതായത് മുഖ്യമന്ത്രിയുടെ തനിനിറം വെളിച്ചത്ത് വരുത്തുന്നതാണ്. ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്. ഞങ്ങളുടെ കയ്യിൽ മാത്രമല്ലല്ലോ, നിങ്ങൾ ഓരോ മണ്ഡലത്തിലും നിങ്ങളെക്കാൾ റിസർച്ച് ചെയ്യുന്നവരല്ലേ. CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക എടുത്ത് നോക്കിയിട്ട് ഒന്ന് റിസർച്ച് ചെയ്യും. എന്തായാലും മുഖ്യമന്ത്രിയെ വിമർശിച്ചും അതോടൊപ്പം കോൺഗ്രസിന്റെ ഗ്യാരണ്ടികൾ അത് വിശദീകരിച്ചും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയാണ്. എന്തായാലും